Welcome to another video. So, we will computer networks chapter and the previous year questions and answers. രണ്ട് പേരുടെ കേട്ടോ കൊമേഴ്സിന്റെയും സയൻസിന്റെയും നോക്കാം നമുക്ക്. കാരണം ഒരേ സിലബസ് ഒരേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും വരാം ക്വസ്റ്റ്യൻസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കൊമേഴ്സിന്റെയാണ് ആദ്യം നോക്കുന്നത്. ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിന്റെ പേരാണ് TCP/IP. വാട്ട് ആർ ദ യൂസസ് ഓഫ് റിപ്പീറ്റേഴ്സ്? റിപ്പീറ്റർ എന്തിനാന്ന് പറഞ്ഞു? സിഗ്നൽസിനെ റിപ്പീറ്റ് ചെയ്യാൻ, അതായത് സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒറിജിനൽ സ്ട്രെങ്ത്തിലേക്ക് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. So used to receive the incoming signal, amplify it to their original strength and retransmit it. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആംപ്ലിഫൈ ചെയ്യലല്ല, ആംപ്ലിഫൈ ചെയ്യുന്നത് അതിന്റെ ഒറിജിനൽ സ്ട്രെങ്ത്തിലോട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, എന്നിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. ബ്ലൂടൂത്ത് ട്രാൻസ്മിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറയുന്നു. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് അല്ല, കമ്മ്യൂണിക്കേഷൻ അല്ല. നമ്മളിപ്പോൾ ഇൻഫ്രാറെഡ് ഒക്കെ പറയുന്നത് പോലെ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ നിന്നാലല്ല, എവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് കണക്ഷൻ കിട്ടുമല്ലേ, ബ്ലൂടൂത്ത് കണക്ഷൻ കിട്ടും. അതുപോലെ മാക്സിമം ഡിവൈസ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് 8 ഡിവൈസസ് ആണ്. 2 മാർക്സ് ആണ്. അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാലും മതി. ഇനി ഡിഫറൻഷിയേറ്റ്, ലാനും വാനും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും നമുക്കറിയാലോ. അപ് ടു 10 kg ആണ് ലോക്കൽ ഏരിയ കിലോമീറ്റേഴ്സ് ഒക്കെ വരുള്ളൂ. വൈഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് ദ ബോർഡർ ആണ്. അപ്പൊ അതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. URLന്റെ 3 പാർട്ട് ഏതൊക്കെയാണ് വിത്ത് എക്സാമ്പിൾ ആണ്. അപ്പോൾ പാർട്ട് പ്രോട്ടോകോളും ഡൊമൈൻ നെയിമും ഫയൽ നെയിമും ആണെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അല്ലെങ്കിൽ സ്കീമാണ്, അതായത് HTTP, ഇതാണ് എക്സാമ്പിൾ വരുന്നത്. അടുത്ത ഡൊമൈൻ നെയിം ആണ് അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം. നമ്മൾ DHSC കേരളന്റെ ഹോസ്റ്റ് നെയിം തന്നെ എടുത്തു. പിന്നെ പറയുന്നത് ഫയൽ നെയിം ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഏതാണോ, ഇപ്പോൾ ഇൻഡെക്സ് ആയിരിക്കാം, ഹോം ആയിരിക്കാം, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ .html എന്താണോ നമുക്ക് ഓപ്പൺ ചെയ്ത് വരേണ്ട ഫയൽ, അതിന്റെ പേര്. അപ്പൊ അത് വെച്ച് ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ ബ്ലൂടൂത്ത് വൈഫൈയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ബ്ലൂടൂത്തിന്റെ ഫ്രീക്വൻസി റേഞ്ച് 2.40 തൊട്ട് 2.480 GHz വരെയാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്രോക്സിമേറ്റ്ലി 10 മീറ്റർ ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ മാക്സിമം ഡിവൈസ് ക്യാപ്പബിലിറ്റി 8 ആണ്. വൈഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.4 തൊട്ടിട്ട് 5 GHz വരെ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. കുറെ മോർ ദാൻ ഒരുപാട് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതുപോലെ തന്നെ അതിന്റെ ഡിസ്റ്റൻസും കൂടുതലാണ് വൈഫൈയുടെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അതായത് എന്താ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, 2 ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ട ചാനലിനെയാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പാത്ത് ത്രൂ വിച്ച് മെസ്സേജ് ട്രാവൽസ് ഫ്രം സെൻഡർ ടു റിസീവർ ഇസ് നോൺ ആസ്. ഇപ്പൊ ഏത് കൂടെയാണോ മെസ്സേജ് പോകുന്നത് ആ ഒരു മീഡിയത്തിനെയാണ്, പാത്തിനെയാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഗൈഡഡ് ഉണ്ടാവും, അൺഗൈഡഡ് ഉണ്ട്. ഗൈഡഡിൽ തന്നെ 3 തരം ഉണ്ട്, ട്വിസ്റ്റഡ് പെയറും കൊയാക്സിയൽ കേബിളും ഒപ്റ്റിക്കൽ ഫൈബറും. അതുപോലെ അൺഗൈഡഡിന്റെ അകത്ത് റേഡിയോ വേവും മൈക്രോവേവും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഫുൾ ഫോം ഓഫ് മാക് എന്താ? മീഡിയ ആക്സസ് കൺട്രോൾ. Assume recently your school lab is networked. List any 4 advantage you can experience when using networked computers instead of standalone computers. ഇപ്പൊ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു സ്കൂളിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. ഏതെങ്കിലും 4 അഡ്വാൻറ്റേജ് നമുക്ക് എഴുതണം. അപ്പൊ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. റിസോഴ്സ് ഷെയറിങ്, അതായത് നമുക്ക് പ്രിന്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും റിസോഴ്സ് സ്കാനറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. റിലേ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ ഡാറ്റാസ് നമുക്ക് ബാക്കിയുള്ളതിൽ സ്റ്റോർ ചെയ്യാം, റിലയബിൾ ആണ്. അങ്ങനെ നെറ്റ് സ്കെയിലബിൾ, ഇത് വീണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും ഇതിനെല്ലാം എളുപ്പമാണ്. അപ്പോൾ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് തന്നെ എഴുതിയാൽ മതി. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ മേജർ പാർട്സ് 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാതെ കോറും ക്ലാഡിങ്ങും കോട്ടിങ്ങും ആണ്. കോറാണ് ഇന്നർമോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. തിൻ ഗ്ലാസ് റോഡ് അറ്റ് ദ സെന്റർ ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് ചെയ്യുന്നത് അതിൽ കൂടിയാണ്, അതാണ് കോറ്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഓപ്റ്റിക്കൽ മെറ്റീരിയൽ ആണ്. ആ ലൈറ്റിനെ വീണ്ടും ടോട്ടൽ റിഫ്ലക്ഷൻ ബാക്ക് ചെയ്യുന്നത് ആ കോറിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത് ക്ലാഡിംഗ് ആണ്. then പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, ഡാമേജോ മോയ്സ്ചറോ ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി? ഡിഫൈൻ ചെയ്യുക. 1 മാർക്കാണ്. അതായത് വേ ഇൻ വിച്ച് ദ നോഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ നെറ്റ്വർക്ക്, അതാണ് ടോപ്പോളജി. റിംഗും സ്റ്റാറും തമ്മിൽ കമ്പയർ ചെയ്യുക, 2 മാർക്കിന്. ഫിസിക്കൽ ഇന്റർകണക്ട്. റിംഗ് ടോപ്പോളജിയിൽ എങ്ങനെയാ എല്ലാ നോഡ്സും സർക്കുലർ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഡാറ്റ
ഇതിൽ കൂടെയാണ് പാസ് ചെയ്യുക. അതുപോലെ ഡാറ്റ ഒരു ഡയറക്ഷനിലാണ് വരിക. സ്റ്റാറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബ്ബ് സെന്റർ അല്ലെങ്കിൽ സ്വിച്ച് ആണ് സെന്ററിൽ, ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ആ ഹബിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ മെസ്സേജസ് എല്ലാം പോകുന്നത് ഈ ഹബിലൂടെയാണ് മെസ്സേജസ് എല്ലാം പാസ് ചെയ്ത് വരുന്നത്. അപ്പൊ 2 മാർക്കേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എഴുതിയാൽ മതി. Servers have much importance in client-server network. Write the importance and list any 2 classification of server. സെർവറിന്റെ ഇമ്പോർട്ടൻസ് എഴുതണം, അതുപോലെ സെർവറിന്റെ ക്ലാസിഫിക്കേഷനും. ടൈപ്സ് ഓഫ് സെർവർ നമുക്കറിയാലോ, ഫയൽ സെർവറിനോ ഡാറ്റാബേസ് സെർവറിനോ അങ്ങനെ വെബ് സെർവറിനോ ഏതെങ്കിലും ഉള്ള ക്ലാസിഫിക്കേഷൻ എഴുതാം. പിന്നെ ക്ലയന്റ് സെർവറിൽ സെർവർ എന്തിനാണ്? ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിന് എല്ലാം വേണ്ട റെസ്പോൺസ് കൊടുക്കുന്നത് സെർവർ ആണ്. സെർവറിന്റെ സർവീസസ് എന്ന് പറയുമ്പോൾ അത് ഡാറ്റ ഷെയർ ചെയ്യലാവാം, സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ അങ്ങനെ എന്തെങ്കിലും റിസോഴ്സസ് ഷെയർ ചെയ്യലാവാം. ഇതെല്ലാം ചെയ്യുന്നത് സെർവർ ആണ്. സെർവർ പ്രൊവൈഡ്സ് ക്ലയൻറ്റ്സ് വിത്ത് സ്പെസിഫിക് സർവീസസ് അപ്പോൺ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ്. സർവീസസ് ഇൻക്ലൂഡ് ഷെയറിംഗ് ഓഫ് ഡേറ്റ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എക്സെട്ര. 2 types of server, ഫയൽ സെർവർ, വെബ് സെർവർ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ദ, വീണ്ടും ചോദിച്ചിരിക്കുന്നു നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ്, റിസോഴ്സ് ഷെയറിംഗ്, റിലയബിലിറ്റി. 2 നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. ഹബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ രണ്ടും ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ചെറിയ കുറച്ച് ഡിവൈസസിനെ കണക്ട് ചെയ്യാനാണ്. പക്ഷെ ഹബ് എന്ത് ചെയ്യും? ഡാറ്റാസിനെ എല്ലാ ഡിവൈസിലേക്കും കമ്പ്യൂട്ടറിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ദെൻ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഡാറ്റയാണോ, ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. സ്വിച്ച് അങ്ങനെയല്ല. സ്വിച്ചിൽ ടേബിൾ ഉണ്ട്, ടേബിൾ വെച്ച് ചെക്ക് ചെയ്യാം ഏതൊക്കെ ഡിവൈസ് ഉണ്ടോ അവരുടെയൊക്കെ അഡ്രസ്സ് എന്താണെന്നൊക്കെ അറിയാം. സോ നമ്മൾ അയക്കുന്ന ഡാറ്റേനെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമാണ് സ്വിച്ച് ഷെയർ ചെയ്യത്തുള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ്. Hub used in wired network to connect devices of the same network, transmit data to all devices connected to it. Switch can be considered as an intelligent, നമ്മൾ പറഞ്ഞു intelligent hub ആണ് switch. It stores addresses of all the devices connected to it. Then transfers the data to the correct device. Okay, actual destinationലേക്ക് മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Computer network has an important role in modern communication. What is data communication? Explain any 2 guided media. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു മാർക്കിന്. അതുപോലെ 2 ഗൈഡഡ് മീഡിയനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനി 4 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി 2 ഡിവൈസസ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം, ട്രാൻസ്മിഷൻ മീഡിയം. നിങ്ങൾക്ക് അറിയാം അല്ലെ, അക്കോർഡിംഗ് ടു എ സ്പെസിഫിക് പ്രോട്ടോകോൾ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ 2 മീഡിയത്തിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, 2 ഡിവൈസസ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ കൂടെ ഷെയർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫുൾ. ദെൻ ബാക്കിയുള്ളതെല്ലാതും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 2 ഗൈഡഡ് മീഡിയ എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറോ അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിളോ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എനി 4 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, അങ്ങനെ ഏതെങ്കിലും ഡിവൈസസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഡ് വൺ, ഡോസ്, DSL, ISDN, FTTH. ഇതിലെ ഓഡ് വൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോസ് ആണ്. കാരണം ബാക്കിയുള്ളതെല്ലാതും നെറ്റ്വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡോസ് ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. There are many advantages in using networked computers instead of standalone computers. ഇത് വീണ്ടും വന്നു, സെയിം ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 4 അഡ്വാൻറ്റേജ്, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് TCP/IP പ്രോട്ടോകോൾ ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്? TCP/IP പ്രോട്ടോകോളിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് TCP/IP പ്രോട്ടോകോള്? നെറ്റ്വർക്സിനെ ലോക്കൽ കണക്ഷനിലും ഇന്റർനെറ്റിലോട്ടും നെറ്റ്വർക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഡാറ്റ സ്മോളർ പാക്കറ്റ് ആക്കി മാറ്റുന്നു. ദെൻ അത് ഡിഫറെന്റ് സ്ഥലത്ത് കൂടെ റൂട്ടറിൽ കൂടെ ഒക്കെ പാസ് ചെയ്യിക്കുന്നു, അത് IP ആണ് ചെയ്യുന്നത്. ദെൻ റിസീവ് ചെയ്യുമ്പോൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റുന്നു, അതും ചെയ്യുന്നത് TCP ആണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് 2 മാർക്സേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻസ് പറയാം. ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ വീണ്ടും 1 മാർക്കാണ്. കൺസിഡർ ദാറ്റ് യുവർ പ്രിൻസിപ്പൽ ഹാസ് ഡിസൈഡഡ് ടു നെറ്റ്വർക്ക് യുവർ കമ്പ്യൂട്ടർ ലാബ്. വിച്ച് ടോപ്പോളജി വിൽ യു സജസ്റ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, അപ്പൊ ടോപ്പോളജി എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ LAN ആൻഡ് WAN, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്. സോ
ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിതിൻ എ നെറ്റ്വർക്ക് ആണ്. അതുപോലെ നമ്മളുടെ നെറ്റ്വർക്കിലൊക്കെയും കമ്പ്യൂട്ടർ ലാബിലൊക്കെയും ഒരു ചെറിയ കണക്ഷൻസ് ആവശ്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് ടോപ്പോളജി അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാർ ടോപ്പോളജി റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ബസ് ടോപ്പോളജിയോ സ്റ്റാർ ടോപ്പോളജിയോ റെക്കമെൻഡ് ചെയ്യാം. ദെൻ അതിന്റെ റീസൺ പറയുമ്പോൾ നമുക്ക് അവരുടെ അഡ്വാൻറ്റേജസും ടോപ്പോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാം. ലാനും വാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ചൂസ് എ DTE ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ ഏതാണ് DTE എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിഡ്ജ്, മോഡം, റൂട്ടർ, ഗേറ്റ്വേ. മോഡവും പിന്നെ മൾട്ടിപ്ലെക്സറും ഡിമൾട്ടിപ്ലെക്സറും ആണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സിൽ വരുന്നത്. സോ ഇവിടെ ആൻസർ മോഡം ആണ്. URL കൺസിസ്റ്റ് ഓഫ് എന്താ പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം. റൈറ്റ് ദ നെയിം ഓഫ് എ URL ആൻഡ് മാർക്ക് ദീസ് 3 പാർട്സ് ഇൻ ഇറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു URL എഴുതാം, എന്നിട്ട് ഈ 3 പാർട്ട് എഴുതാം. അപ്പൊ DHC കേരളന്റെ URL എഴുതി. ദെൻ അതിൽ HTTP എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ആണ്. DHC കേരള എന്ന് പറയുന്നത് government.in എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡൊമൈൻ നെയിം. index.html ആണ് ഫയൽ നെയിം. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ മീഡിയ രണ്ടാണ്, വയേർഡും വയർലെസ്സും. ഗിവൻ എക്സാമ്പിൾ ഓഫ് വയർലെസ്സിന് ഒരു എക്സാമ്പിൾ മാത്രം ചോദിച്ചിട്ടുള്ളൂ. കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 3 ടൈപ്സ് ഓഫ് വയേർഡ് മീഡിയ. വയേർഡ് മീഡിയ അപ്പൊ ഇതില് മുകളിൽ നമുക്ക് റേഡിയോ വേവ്, ഇൻഫ്രാറെഡോ, മൈക്രോവേവ് ഇതാണ് എഴുതാം. ദെൻ ഇവിടെ 3 എണ്ണവും, അതായത് ട്വിസ്റ്റഡ് പെയറും കോയാക്സിയലും ഒപ്റ്റിക്കൽ ഫൈബറും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം 3 മാർക്കിന്. ട്വിസ്റ്റഡ് പെയർ കേബിൾ പറയുമ്പോൾ ലോ കോസ്റ്റ് ആണ്, തിൻ, ഫ്ലെക്സിബിൾ, ഈസി ടു ഇൻസ്റ്റാൾ. കോയാക്സിയൽ പറയുമ്പോൾ ഹൈ കോസ്റ്റ് ആയിരിക്കും, ട്വിസ്റ്റഡ് പെയറിനേക്കാളും തിക്കർ ആയിരിക്കും, അതിനേക്കാളും കുറവ് ഫ്ലെക്സിബിൾ ആയിരിക്കും, മോർ ഡിഫിക്കൽട്ട് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, തിൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഫ്രജൈൽ ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. HTTP stands for Hypertext Transfer Protocol. Dash is a computer peripheral that allow you to connect and communicate with the other computer via telephone lines. Telephone lines കണ്ടു കഴിഞ്ഞാൽ അത് modem ആണ്. URL stands for Uniform Resource Locator. Every resource in the internet has a unique URL. Then classify the following URL on the basis. ഇപ്പൊ നേരത്തെ നമ്മളടുത്ത് ഒരു URL എഴുതി ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഇവിടെ ഒരു URL തന്നിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സെയിം URL തന്നെയാണ്, 2017 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് നമുക്കറിയാം, സെയിം സംഭവം തന്നെ. വാൻ ഡിഫറെന്റ് ഫ്രം ലാൻ. അപ്പൊ വാനിന്റെയും ലാൻഡിന്റെ ഡിഫറൻസസ് എഴുതാം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദ ടേം സോഴ്സ് റിഫേഴ്സ് ടു. സോഴ്സ് ആരാ? സെൻഡ് ചെയ്യുന്ന അതെവിടെ ഉണ്ട്? റിസീവർ, സെൻഡർ, ഇൻഫോർമേഷൻ, മീഡിയം. സോ സെൻറ്റർ ആണ് സോഴ്സ്. If all devices are connected to a central hub, the topology. Central hub അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത ടോപ്പോളജി ഏതാ? സ്റ്റാർ ടോപ്പോളജി ആണ് ആൻസർ. ലിസ്റ്റ് any 4 advantages of forming computer network. Again ചോദിച്ചിരിക്കുകയാണ് നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ്. ഡിഫൈൻ ദ ഫോളോവിങ് ടേംസ് റിലേറ്റഡ് ടു ദ നെറ്റ്വർക്ക്. അപ്പൊ ഏതൊക്കെയാ ടേം നോക്കാം. നോഡ്, ബാൻഡ്വിഡ്ത്ത്, നോയ്സ്. 3ഉം എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നോഡ് എന്ന് വെച്ചാൽ എന്താ? എവറി ഡിവൈസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് അല്ലെ. ഓൾ ഡിവൈസസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് ഇസ് നോൺ ആസ് ദ നോഡ്. എനി ഡിവൈസ് വിച്ച് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഇസ് കോൾഡ് നോഡ്. ദെൻ ബാൻഡ്വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡാറ്റ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് അറ്റ് എ ടൈം. അതാണ് ബാൻഡ്വിഡ്ത്ത് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ ടൈം. കറക്റ്റ് അല്ലേ? ഒരു പെർട്ടിക്കുലർ കണക്ഷനിൽ നമുക്ക് സെൻഡ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ടൈമിൽ സെൻഡ് ചെയ്യാവുന്ന മാക്സിമം ഡാറ്റ തന്നെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. നോയ്സ് എന്താ? ഡിസ്റ്റർബൻസ് ആണ്, അൺവാണ്ടഡ് സിഗ്നൽ ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസ്. നമ്മളുടെ ഒറിജിനൽ സിഗ്നൽസിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്നവരെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെൻട്രലൈസ് സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്. ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ മാനേജ്മെന്റിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഹൈ എൻഡ് കമ്പ്യൂട്ടർ ആയിരിക്കും സെർവർ, അവരാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ദ റിസോഴ്സസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെർവർ ആൻഡ് ഷെയർ ടു ക്ലയൻസ് വെൻ എവർ നീഡഡ്. ദിസ് ഇസ് ഇക്വാലന്റ് ടു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്. മാച്ച് ചെയ്യാൻ ചോദിക്കുന്നു. അൺഗൈഡഡ് മീഡിയ, generic domain, guided media, protocol, org, coaxial cable, microwave, HTTP. ഓക്കെ, അപ്പൊ നമുക്ക് മാച്ച് ചെയ്യാം. അൺഗൈഡഡ് മീഡിയ ഇതിൽ ഏതാ? മൈക്രോവേവ് ആണ് അല്ലെ. ജനറിക് ഡൊമൈൻ എന്ന് പറയുന്നതോ ORG, ഇതാണ് ജനറിക് ഡൊമൈൻ. ഗൈഡഡ് മീഡിയ എന്തായാലും കോയാക്സിയൽ കേബിൾ ആണ്.
പ്രോട്ടോകോൾ ആണ് നമ്മുടെ HTTP. ക്ലിയർ ആണല്ലോ? റിംഗ് ടോപ്പോളജിയും മെഷും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ ടോപ്പോളജി കൃത്യമായിട്ട് പഠിക്കുക. നമുക്കപ്പോൾ എല്ലാ ടോപ്പോളജിയും കമ്പയർ ചെയ്യാൻ പറ്റും. എ ഡിവൈസ് ദാറ്റ് റീജനറേറ്റ്സ് ദ ഇൻകമിംഗ് സിഗ്നൽ ആൻഡ് റീട്രാൻസ്മിറ്റ്, അവരാണ് റിപ്പീറ്റർ. വിച്ച് among the following technology is slowest ഏതാണ്? ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ് ലിങ്ക്. അപ്പൊ അതിലെ സ്ലോവസ്റ്റ് ബ്ലൂടൂത്ത് ആണ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് സാറ്റലൈറ്റ് ലിങ്ക് ആയിരിക്കും കേട്ടോ. കൺസിഡർ your teacher is planning to connect the computer in computer lab of your school to form a network. Okay, network ഉണ്ടാക്കാൻ പോവാണ്. He has a switch and a hub to connect this computer. Which one would you prefer? Why? സ്വിച്ച് ഹബ്ബ് അതിൽ ഏതാ നല്ലത്? ഇന്റലിജന്റ് ആയിട്ടുള്ളത് സ്വിച്ച് ആണെന്ന് അറിയാം നമുക്ക്. അപ്പൊ സ്വിച്ച് ആണ് നല്ലത്, എഫിഷ്യന്റ്. നെയിം എ ടോപ്പോളജി ദാറ്റ് യു വിൽ സജസ്റ്റ് ഫോർ ദിസ് നെറ്റ്വർക്ക്. ഗീവ് റീസൺസ് ഫോർ ദ സജഷൻ. ഇപ്പൊ നമുക്ക് ബസ് ടോപ്പോളജി, സ്കൂളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ് ടോപ്പോളജി നോ, ബിക്കോസ് ഇപ്പോ ഇതിൽ പറയുന്നുണ്ട്. സോ ദിസ് ഇസ് എ മിസ്റ്റേക്ക്. ബസ് ടോപ്പോളജി അല്ല വേണ്ടത്, നമുക്ക് സ്റ്റാർ ടോപ്പോളജി ആണ് സജസ്റ്റ് ചെയ്യാൻ നല്ലത്. കാരണം അവരുടെ അടുത്ത് ഹബും സ്വിച്ചും ഉണ്ട് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ടോപ്പോളജി ഹബിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഈസിയാണ് കണക്ട് ചെയ്യാനും, എഫിഷ്യന്റ് ആണ്. സോ നമുക്ക് സ്റ്റാർ ടോപ്പോളജി സജസ്റ്റ് ചെയ്യാം. ഇനി അതല്ല ഇപ്പൊ സ്വിച്ച് ഇല്ല എന്നൊക്കെ പറയാം, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കണക്ഷന്, ഒരു ലാബിലെ കണക്ഷനൊക്കെ ബെസ്റ്റ് ടോപ്പോളജി തന്നെയാണ് മതി. കാരണം അത് ഈസി ടു ഇൻസ്റ്റാൾ, ലെസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഒരു നോഡിന്റെ ഫെയിലിയർ മൊത്തത്തിൽ ബാധിക്കില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബെസ്റ്റ് ടോപ്പോളജി ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് സ്റ്റാർ ടോപ്പോളജി റെഫർ ചെയ്താൽ മതി കേട്ടോ. ഐഡന്റിഫൈ ദ നെയിം ഗിവൺ ടു ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. നമ്മൾ പറഞ്ഞത് ടോപ്പോളജി എന്നാണ്. എക്സ്പ്ലെയിൻ 2 ടൈപ്സ് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും 2 ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മെഷോ, സ്വിച്ച്, സ്റ്റാറോ എന്താണെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്ത് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നീഡ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ദ റിസോഴ്സ് ഷെയറിംഗ്, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി, ഇതൊക്കെയാണ് റിസോഴ്സ് ഷെയറിംഗ് ഓഫ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ലൈക്ക് പ്രോഗ്രാം, പ്രിന്റർ, ഹാർഡ് ഡിസ്ക് എക്സെട്ര ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. റിലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ക്യാൻ ഹാവ് കോപ്പീസ് ഇൻ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ്. സോ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് വൺ സിസ്റ്റം വിൽ നോട്ട് കോസ് ഡാറ്റ ലോസ്. Scalability എന്ന് വെച്ചാൽ computing and storing capacity can be increased or decreased easily by adding or removing computer or storage devices to the network. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഓൾറെഡി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മോണോട്ടോണസ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോവിങ് നെറ്റ്വർക്ക് ഡിവൈസ്. ഡിവൈസസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. മോഡം, സ്വിച്ച്, ഗേറ്റ് വേ, മക്സ്, റൂട്ടർ. ഇവരെല്ലാവരുടെയും ഫംഗ്ഷൻ 5 മാർക്കാണ്. 1 2 3 4 5 5 ഐറ്റംസും ഉണ്ട്. അപ്പൊ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. മോഡം എന്തിനാണ്? ടെലിഫോൺ ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ത്രൂ ടെലിഫോൺ ലൈൻസ്. ആ മോഡം എന്താ? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ ആണ്. അത് കൺവേർട്ട് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നൽസിന്റെ അനലോഗ് ആയിട്ടും അതുപോലെ തിരിച്ചും കൺവേർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കുന്നത് മോഡുലേഷൻ ആണ്. അതുപോലെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആക്കുന്നതിന് ഡിമോഡുലേഷൻ എന്നും പറയുന്നു. അടുത്തത് എന്താ? അടുത്ത ഡിവൈസ് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ നമുക്ക് 2 വലിയ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാനാണ്. അത് ഡിഫറെന്റ് പ്രോട്ടോകോളിലുള്ള 2 വലിയ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ. Can interconnect 2 different networks using different protocols. മൾട്ടിപ്ലെക്സർ എന്താണ്? ഡിഫറെന്റ് സിഗ്നൽസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സിഗ്നൽസ് ഉണ്ടായിരിക്കും. അവരെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് സിഗ്നൽ ആക്കി സെൻഡ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്ലെക്സർ എന്നുള്ള കൺസെപ്റ്റ്. ഇറ്റ് ഡിവൈഡ്സ് ദ ട്രാൻസ്മിഷൻ മീഡിയം ഇൻ ടു സെവറൽ ലോജിക്കൽ ഫ്രീക്വൻസി ചാനൽ, ഓക്കെ, ത്രൂ വിച്ച് ദേ ക്യാൻ സെൻഡ് ഡിഫറെന്റ് സിഗ്നൽസ് അറ്റ് എ സെയിം ടൈം. ഓക്കെ, അപ്പോ ഡിഫറെന്റ് സിഗ്നൽസിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ കോംപ്ലക്സ് സിഗ്നൽ ആക്കി സെൻഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ ലോജിക്കലി ഡിഫറെന്റ് ലെവൽസ് ആക്കി, ചാനൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വലിയ നെറ്റ്വർക്ക് ഓഫ് ദ സെയിം ടൈപ്പ്, സെയിം പ്രോട്ടോകോളിലെ 2 നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാനാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. അഗെയിൻ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ. ഷോർട്ട് നോട്ട്സ് വേണ്ടത് ബ്ലൂടൂത്തിനെയും വൈഫൈനെയും പറ്റിയിട്ടാണ് ഷോർട്ട് നോട്ട്സ് വേണ്ടത്. അപ്പോൾ ബ്ലൂടൂത്ത് നമുക്കറിയാം ഫ്രീക്വൻസി റേഞ്ച് ചെയ്ത 2.4ഉം 2.48ഉം ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ 8 ഡിവൈസസ് ആണ്. മാക്സിമം 10 മീറ്റർ ആണ് അതിൻ്റെ സ്പാൻ കിട്ടുന്നത്.
വൈഫൈ എന്ന് പറയുമ്പോൾ 2.4 തൊട്ട് 5 ഗിഗാഹെർട്സ് വരെ ഉണ്ട്. ഒരുപാട് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റും. സ്പീഡ് റേഞ്ച് എല്ലാം കൂടുതലാണ്. അങ്ങനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. നെറ്റ്വർക്ക് ടോപ്പോളജിയും ദെൻ 4 മേജർ ടോപ്പോളജി ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കാണ്. 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഷോർട്ട് നോട്ട്സ് അഗെയിൻ ബ്ലൂടൂത്തും വൈഫൈയും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ സാറ്റലൈറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാറ്റലൈറ്റ് നമുക്കറിയാലോ, റിപ്പീറ്റേഴ്സ് പോലെയാണ് സാറ്റലൈറ്റ് വരുന്നത്. അവർക്ക് കുറെ ലാർജ് ഫൂട്ട് ഏരിയ അതിന്റെ പൊസിഷൻ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അതായത് ഭൂമിന്റെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ വേവ്സ് ആണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ നമ്മുടെ എർത്തിന്റെ ഉള്ള കേവ് ഉണ്ട് അല്ലെ, എർത്തിനുള്ള കേവ് കാരണം ഒരു സൈഡിൽ നിന്ന് എർത്തിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണുള്ളത്. ഏർത്തുനിന്ന് ഇത്ര അടി മുകളിൽ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. സോ ഇവിടെ നിന്ന് നമ്മൾ ഡാറ്റാസ് ആ സാറ്റലൈറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതിന് അപ്പ് ലിങ്ക് എന്നാണ് പറയാ. ദെൻ ആ സാറ്റലൈറ്റ് ഏർത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് അവിടെയുള്ള എവിടേക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് അവര് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. ഡൗൺ ലിങ്ക് എന്ന് പറയാ. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ 36,000 കിലോമീറ്റർ എബവ് ദ എർത്ത് ആണ് ഈ സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ടാവും. അവർ റിസീവ് ചെയ്യും ദ സെൻഡിങ് സിഗ്നൽസ് ഫ്രം എർത്ത്. അതിനെ സ്ട്രെങ്തൻ ചെയ്തു, സ്ലൈറ്റ്ലി മോഡിഫൈ ചെയ്തിന്റെ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ടു ദ എർത്ത്, അതർ സൈഡ് ഓഫ് ദ എർത്തിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് സാറ്റലൈറ്റ്. നെറ്റ്വർക്ക് ടോപ്പോളജി ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് നെറ്റ്വർക്ക് ടോപ്പോളജി ഈച്ച് നോഡ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഹബ്. അതേതാ, സ്റ്റാർ ആണ് ടോപ്പോളജി. വൈമാക്സിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. അപ്പൊ മൈക്രോവേവ്സ് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വയർലെസിന്റെയും ബ്രോഡ്ബാൻഡിന്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി റേഞ്ച് 2 ഗിഗാഹെർട്സ് തൊട്ടിട്ട് 11 ഗിഗാഹെർട്സ് വരെ വരും. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. ഹൈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷനും പവർ റിക്വയർമെന്റും ഒക്കെ വേണം, പക്ഷെ ഹൈ സ്പീഡ് ആയിരിക്കും. പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്താന്ന് ചോദിക്കുന്നു. പിയർ ടു പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പിയേഴ്സ് ആണ്, വിച്ച് മീൻസ് എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാവർക്കും ഉള്ളത്. ക്ലയന്റ് സെർവർ എന്നല്ല, ഒരാൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ റെസ്പോൺസ് കൊടുക്കുന്നു, അങ്ങനത്തെ കൺസെപ്റ്റ് അല്ല ഇവിടെ. എല്ലാവർക്കും ഈക്വൽ ആണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതുപോലെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താഴത്ത് നിന്നിട്ടുള്ളത് ATM, കേബിൾ ടെലിവിഷൻ, നെറ്റ്വർക്ക് വിതിൻ സ്കൂൾ, നെറ്റ്വർക്ക് അറ്റ് ഹോം യൂസിങ് ബ്ലൂടൂത്ത്, നെറ്റ്വർക്ക് ടെലഫോൺ നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്ക്. ഇതൊക്കെ ഏത് ടൈപ്പാണ് നെറ്റ്വർക്ക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ പിയർ ടു പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ഇല്ല. ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടുഗെദർ ഫോർ ദ പർപ്പസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് പിയേഴ്സ്. അതായത് ഓൾ കമ്പ്യൂട്ടേഴ്സ് കൺസിഡേർഡ് ആസ് ഈക്വൽ. ഇനി അറ്റ് എ ടൈം ആർക്ക് വേണമെങ്കിൽ ക്ലയന്റ്, അതായത് ആര് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം, ആര് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത പ്രാവശ്യം മറ്റാളായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇയാളാവും സെൻഡ് ചെയ്യുന്നത്. ക്ലയന്റ് സെർവറിൽ അങ്ങനെയല്ല, ഒരാൾ സെർവർ ഡെഡിക്കേറ്റഡ് ആണ്, അയാൾ ഇങ്ങനെ റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ക്ലയന്റ്സ് ആണെങ്കിൽ ചോദിക്കാൻ വേണ്ടി മാത്രം. Any computer can act as a client or a server at any instance. This network is good for small networks where there is no need for dedicated server. അപ്പോൾ ചെറിയ നെറ്റ്വർക്ക്സ് കാര്യത്തിലൊക്കെയാണ് നമുക്ക് ഈ പിയർ ടു പിയർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓരോന്നും ചോദിക്കണം. പല നെറ്റ്വർക്ക്സ് ഉണ്ട് ഇവിടെ. ATM, കേബിൾ, ഓരോന്നിന്റെയും ടൈപ്പ് ഏതാന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറുതെന്ന് തുടങ്ങാം. ഇവിടെ കാണാം നെറ്റ്വർക്ക് അറ്റ് ഹോം യൂസിങ് ബ്ലൂടൂത്ത്. അതൊരു പേഴ്സന്റെ പ്രോക്സിമിറ്റിയിലുള്ള കാര്യങ്ങളാണ്. സോ അത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയാം. ഓക്കെ. ദെൻ അടുത്തത് നെറ്റ്വർക്ക് വിതിൻ സ്കൂൾ. സ്കൂൾ നമുക്ക് എന്ത് പറയാം, ലാൻ ആണ് പറയാം. നെറ്റ്വർക്ക് വിതിൻ സ്കൂള് ലാൻ ആണ്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ നെറ്റ്വർക്ക്. കേബിൾ നെറ്റ്വർക്ക് എന്തായിരിക്കും, അതൊരു ഏരിയയിൽ ഒരു സിറ്റിയിൽ വരുന്ന കാര്യമാണ്. അത് നമുക്ക് മാൻ ആണെന്ന് പറയാം. മാൻ ആണ്. കേബിൾ TV നെറ്റ്വർക്ക് വരുന്നത് മാൻ ആണ്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന എല്ലാതും ATM, അതുപോലെ ടെലഫോണ്, റെയിൽവേ, അതെല്ലാം ഒരുപാട് ചിലപ്പോൾ കൺട്രീസും ബോർഡേഴ്സും എല്ലാം കടന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. സോ അതിന് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്സിൽ പെടുത്താം. അപ്പൊ ഇതാണ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് വരുന്നത്. ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ത്രൂ ടെലിഫോൺ ലൈൻ. ടെലിഫോൺ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഓർപ്പിച്ചോളൂ, അത് മോഡം ആണ്. Which one of the following transmission media carry information in the form of light
ലൈറ്റ് സിഗ്നൽ ആക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫോമിംഗ് നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് ദാൻ കീപ്പിംഗ് സ്റ്റാൻഡ് അലോൺ. അഗെയിൻ ഇവിടെ ചോദിക്കുന്നത് തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരേ കാര്യമാണ്, അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് കേട്ടോ. ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആർ കണക്റ്റഡ് ബൈ എ ഡിവൈസ്, അത് ഗേറ്റ് വേ ആണ്. ഡിഫൈൻ എ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇൻ എ നെറ്റ്വർക്ക് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ എ നെറ്റ്വർക്ക് വെൻ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ്സ്. ഈച്ച് പ്രോട്ടോകോൾ സ്പെസിഫൈസ് റൂൾസ് ഫോർ ഫോർമാറ്റിംഗ് ഡാറ്റ, ഫോർമാറ്റ് ചെയ്യാൻ, കംപ്രസിംഗ് ഡാറ്റ, എറർ ചെക്ക് ചെയ്യുക, അതുപോലെ മേക്കിംഗ് കണക്ഷൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദ പാക്കറ്റ്സ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അങ്ങനത്തെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എനി 3 types of networks based on span of geographical area. കമ്പയർ ചെയ്യാൻ പറയുന്നു. ഇഷ്ടമുള്ളത് ഏതാ? ലാൻ, മാൻ, വാൻ, പാൻ. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ IP അഡ്രസ്, MAC അഡ്രസ്, മോഡം. അവരെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടത് IPനെ പറ്റിയിട്ട്. 3 മാർക്കാണുള്ളത്. അപ്പൊ ചെറുതായിട്ട് എഴുതിയാൽ മതി 3 ഇറ്റ് ഈസ് എ യൂണീക്ക് IP അഡ്രസ് എന്ന് പറയുമ്പോൾ 4 പാർട്ട് ന്യൂമറിക് അഡ്രസ് ആണ്. അത് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്, നെറ്റ്വർക്കിൽ ഡിവൈസസിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഡോട്ടഡ് ഡെസിമൽ നമ്പർ റെപ്രസെന്റേഷൻ ആണ്. എക്സാമ്പിൾ 192.160.11. ഇഷ്ടമുള്ള ഏതാട്ടോ, 4 പാർട്ടുള്ള ഡോട്ടഡ് ഡെസിമൽ ആയിരിക്കും എന്ന് മാത്രം. മാക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മീഡിയ ആക്സസ് കൺട്രോൾ 12 ഡിജിറ്റ് ഉള്ള ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഇറ്റ് ഈസ് ഇംപ്രിന്റഡ് ഓൺ ദ NIC അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചറിംഗ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് യൂണിവേഴ്സൽ ആണ്, യുണീക്ക് ആണ്, പെർമനന്റ് അഡ്രസ് ആണ്. അതുപോലെ NICയിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് ഹാഫ് മാനുഫാക്ചറിന്റെ ഐഡിയും അടുത്ത ഹാഫ് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ, ആ ഒരു NICക്കുള്ള സീരിയൽ നമ്പറും ആയിരിക്കും. അത് ഫോർമാറ്റ് ആണ്. ദെൻ മോഡം, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ ആണ് മോഡം. യൂസ് ടു കണക്ട് ദ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻസ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഡിവൈസസ് ത്രൂ ടെലിഫോൺ ലൈൻസിനാണ് മോഡം യൂസ് ചെയ്യുന്നത്. പിന്നെ മോഡുലേറ്ററും ഡിമോഡുലേറ്ററും എന്താന്ന് പറയാം? ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കുന്നതും അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആക്കുന്നതും മോഡം ആണ്. നെറ്റ്വർക്ക് ടോപ്പോളജി ഡിഫൈൻ ചെയ്യണം. അതുപോലെ 4 ടോപ്പോളജി പറയണം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് LAN ടോപ്പോളജി ഇൻ വിച്ച് there are more than one path between nodes. ഓക്കെ, അപ്പോ 2 നോഡ്സിന്റെ ഇടയിൽ മോർ ദാൻ 1 പാത്ത് ഉള്ളത് ഏതില്ല? മെഷ് ടോപ്പോളജിയിലാണ് ഉണ്ടാവുക. To make data transfer faster, a switch stores 2 different addresses, all the devices connected to it. What are they? സോഴ്സ് അഡ്രസ്സും ഉണ്ടായിരിക്കും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ? ഇപ്പൊ സ്വിച്ചിന്റെ അകത്ത് 2 അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് സോഴ്സ് അഡ്രസ്സും അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ആയിരിക്കും. ഓരോ പാക്കറ്റ് വരുമ്പോഴും അതിന്റെ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സേവ് ചെയ്ത് വെക്കും. ഇനി 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 3 പോസിബിൾ മെത്തേഡ്സ് ടു ഇന്റർകണക്ട് ദീസ് കമ്പ്യൂട്ടേഴ്സ്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഈച്ച് മെത്തേഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 3 ടോപ്പോളജി വെച്ചാൽ മതി. ആൻഡ് അത് വരയ്ക്കുമ്പോൾ 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 കമ്പ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് വരയ്ക്കുക, അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ വീഡിയോസ് എല്ലാം കണ്ട് ചാപ്റ്റർ നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1 മാർക്ക് പോലും മിസ് ചെയ്യാണ്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.